ചോദിക്കും. നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യമാണോ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അതോ കുറെ ദൂരെ നടത്തുന്നത്? CPM-നോടാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം, നിങ്ങളും എന്റെ ചോദ്യം CPM-നോടാണ്. അതായത് നിങ്ങളിപ്പോ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്ന്, അഴിമതി തന്നെ സമ്മതിച്ചു. ആ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ ബാധിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് ബാധിച്ചത്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്. എങ്ങനെ ബാധിച്ചു? എല്ലാവരും ബാധിക്കുന്നത് അഴിമതി. നേരെ മറിച്ച് ഇവിടെ ഉച്ചക്കഞ്ഞി ഇല്ല, മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, അതല്ലേ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾ എങ്ങനെ ബാധിക്കും? ഈ ഇലക്ട്രൽ ബോണ്ട് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം മേഡം, അത് അഴിമതിയാണ്. അഴിമതിയാണ്. സുപ്രീം കോടതി പറഞ്ഞതാണ്. ഇത് ചർച്ച നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ചർച്ചയല്ല, തെരഞ്ഞെടുപ്പ്. അല്ല, അജിം സാഹിന്റെ മറുപടി, സഹോദരിക്കുള്ള മറുപടി. അജിം സാഹിബ്, കോവിഡ് കാലത്ത് 3 കമ്പനികൾ വ്യാജ മരുന്നുണ്ടാക്കി പൂട്ടിയിരുന്നു. സിപ്ല, ഹെട്രോലാബ്, സൈറോൺ ഹെൽത്ത് കെയർ. ഈ 3 കമ്പനികളും 1 മാസം കൊണ്ട് തുറന്നു. ആ 3 കമ്പനികളും 29 കോടി, 35 കോടി, 49 കോടി BJPക്ക് സംഭാവന കൊടുത്തു. ഈ രാജ്യത്തെ ആളുകളുടെ ആരോഗ്യത്തിനെയാണ് BJP കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഒരു കാര്യം അപ്പോ ഇവിടെ ഇപ്പൊ വനിതകളെ ചോദ്യം ചോദിച്ചു. 56,000 കോടി രൂപയാണ് കേന്ദ്രത്തിന് തരാനുള്ളത്. ഉച്ചക്കഞ്ഞിയുടെയും ഒക്കെ ആയിട്ട് 56,000 കോടി തരാറുണ്ട്. എന്നിട്ടാണ് ഈ BJPയുടെ മഹിളകളെ ഒരു ഉളുപ്പില്ലാണ്ട് ചോദിക്കുന്നത് ഉച്ചക്കഞ്ഞി എവിടെയെന്ന്. അതിന്റെ പൈസ കേന്ദ്രം തന്നാലല്ലേ ഇവിടെ എല്ലാം നടത്താനാവും. 56,000 കൊടുക്കാനുണ്ടോ? വനിതകൾ, BJPയുടെ വനിതകൾ ഉള്ളതുകൊണ്ടാണ് മനസ്സിലാക്കണം.